നമസ്കാരം. മാത് വി ലേണിംഗിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിസർച്ച് അസിസ്റ്റന്റ് എക്സാമിന്റെ എക്കണോമെട്രിക്സിന്റെ മൊഡ്യൂൾ 1 MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. റിസർച്ച് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. In the regression function y equal to alpha plus beta x plus c, ഇതില് x എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറയണം. x is the regressor, y is the regressor, x is the regressant, none of these. Yes, കറക്റ്റ് ആണ്. x is the regressor. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എളുപ്പമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫുൾ ഫോം ഓഫ് CLR, ക്ലാസ് ലൈൻ റേഷ്യോ, ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ, ക്ലാസിക്കൽ ലീനിയർ റിലേഷൻ, നൺ ഓഫ് ദി അബവ്. യെസ്, നമ്മളത് ഈസിയാണ് അല്ലെ. ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ എന്നാണ് CLRന്റെ ഫുൾ ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ അസംഷൻ ഓഫ് CLRM is that the number of observations in the sample must be greater the number of എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? ഡി അല്ല വീണ, എ ആണ് കേട്ടോ. റിഗ്രസർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അസംഷൻസിൽ പറയുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓട്ടോ കോറിലേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? By autocorrelation, we mean that the residuals of a regression model are not independent, that the residuals of a regression model are related with one or more of the regressors, that the squared residuals of a regression model are not equally spread, that the variance of the residuals of a regression model is not constant for all observations. ഓട്ടോ കോറിലേഷൻ എന്താണ്? എ ആണ്. എ ആണ് കേട്ടോ. കറക്റ്റ് ആണ്. എ തന്നെയാണ്, സംശയിക്കണ്ട. റെസിഡുവൽസ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ് ആണ് അർത്ഥം ഓട്ടോ കോറിലേഷൻ വെച്ചാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. Locus of the conditional mean of the dependent variable for the fixed values of the explanatory variable. എന്താണ്? വളരെ ഈസിയാണ്. സജിന, രഞ്ജിനി, വീണ കറക്റ്റ് ആണ് കേട്ടോ. പോപ്പുലേഷൻ, രമ്യ. ഓക്കെ, റിഗ്രഷൻ കർവിനാണ്. പോപ്പുലേഷൻ റിഗ്രഷൻ കർവ് വരയ്ക്കുന്നതല്ലേ അത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ആറാമത്തെ ക്വസ്റ്റ്യൻ. സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ ഈസ്
the estimated version of the dash. എന്തിന്റെ എസ്റ്റിമേറ്റഡ് വേർഷൻ ആണ്? ഓക്കെ, കറക്റ്റ് ആണ്. എസ്റ്റിമേറ്റഡ് വേർഷൻ ഓഫ് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ആണ്. അടുത്തൊരു ഈസി ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ഫുൾ ഫോം ഓഫ് OLS. അതെന്തായാലും തെറ്റിക്കില്ല. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിന്റെ ഷോർട്ട് ഫോം ആണ് OLS എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. The conditional mean of y is the expected value of y for given values of the independent variables xi, the expected value of y for given values of the independent variables ui, the expected value of y for given values of the independent variable yi, both b and c. Very good. The expected value of y for given values of the independent variables xi. Y given xi നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടതാണ്. ഓക്കെ, ഓർമ്മയുണ്ട് അല്ലേ? നെക്സ്റ്റ്, an estimate is. എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? The numerical value obtained after applying a formula to a given data set. The p-value obtained after applying a formula to a given data set. The table value obtained after applying a formula to a given data set. The correlation coefficient obtained after applying a formula to a given data set. Estimate എന്ന് പറയുന്നത് എന്താണ്? A ആണ്, കറക്റ്റ് ആണ്. The numerical value obtained after applying a formula to a given data set. കറക്റ്റ് ആണ് കേട്ടോ. പറഞ്ഞോളൂ, ഫുൾ ഫോം എന്താണ്? ഇപ്പൊ തന്നെ കഴിഞ്ഞു പറഞ്ഞതാ. യെസ്, ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, the statistical properties of OLS estimators are. നമ്മളിപ്പോ കണ്ടതാണ്. Yes, linearity, unbiasedness, and minimum variance. Okay. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 11. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. Method of ordinary least square is attributed to Carl Friedrich Gauss, William Seeley Gauss, Durbin Watson, both B and C. യെസ്, ഫ്രെഡറിക് ഗോസ് ആണ്. കാൾ ഫ്രെഡറിക് ഗോസ് ആണ് കേട്ടോ. 13ാമത്തെ ക്വസ്റ്റ്യൻ. The violation of the assumption of constant variance of the residual is known as. വീണ അത് ഏത് ഓപ്ഷനാണ്? ക്യൂ. കറക്റ്റ് ആണ്, ഹെറ്ററോസെഡാസ്റ്റിസിറ്റി ആണ് കേട്ടോ.
കോൺസ്റ്റന്റ് വേരിയൻസ് അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അപ്പൊ കോൺസ്റ്റന്റ് ആണെങ്കിലോ ഏതായിരിക്കും? കോൺസ്റ്റന്റ് വേരിയൻസ് ആണെങ്കിൽ അത് യെസ്, ഹോമോസ്കെഡാസിറ്റി. ചോദ്യം കൂടി ഉണ്ടല്ലോ, നമ്മള് നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇതിന്റെ ആൻസർ ഇപ്പൊ എല്ലാരും വേഗം ടൈപ്പ് ചെയ്തോളൂ. അതെ അതെ, ധൃതി പിടിച്ചിട്ട് ലെറ്റർ ഒക്കെ മാറിപ്പോണ്ട് എല്ലാവർക്കും. നിമിഷ ഓക്കെ, കോൺസ്റ്റന്റ് വേരിയൻസ് ആണ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇത് നോക്കൂ, അസംഷൻസ് അണ്ടർ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ. ഇതിലേതാണ് CLRMന്റെ അസംഷൻ എന്ന് പറയുന്നത്? യെസ്, ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ആണ്, ബട്ട് ഓപ്ഷൻസ് ഡിഫറെന്റ് ആണ്. ഇതിലേതാ? എല്ലാത്തിന്റെ ആൻസർ ചെയ്യാ വരുന്നത് അല്ലേ? കോൺസ്റ്റന്റ് വേരിയൻസ് ആണ് മറ്റൊരു അസംഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. The term regression was coined by ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ് റിഗ്രഷൻ എന്നുള്ള ടേം കൊണ്ടുവന്നത്. ഓക്കെ, given the sample, each estimator will provide only a single point value of the relevant population parameter. Is single point ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ? യെസ്, പോയിന്റ് എസ്റ്റിമേറ്റർ എന്നാണ് പറയുക. പോയിന്റ് എസ്റ്റിമേറ്റർ എന്നാണ് പറയുക. കറക്റ്റ് ആണ്. ഇതിന്റെ ഓപ്ഷൻസ് വായിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. നോക്കിക്കോളൂ. നോർമാലിറ്റി അസംഷൻ ഇംപ്ലൈസ് ദാറ്റ് ആൻസർ ശരിയാണോ എന്ന് പറയാം. ഓരോരുത്തർ വായിച്ച് വരുന്നതേ ഉള്ളൂ ആൻസർ. ഓക്കെ, കറക്റ്റ് ആണ്. ഡി ആണ് കേട്ടോ ആൻസർ. നമ്മളിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ. The population error U is independent of the explanatory variables and is normally distributed with mean 0 and variance sigma square. Last question. The Gauss-Markov theorem will not hold if ശ്രദ്ധിച്ചു നോക്കണം. വീണയ്ക്ക് ധൃതി കൂടുന്നുണ്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. വിൽ നോട്ട് ഹോൾഡ് ആണ്. യെസ്, സജിന കറക്റ്റ് ആണ്. എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. എങ്ങനെയാണെങ്കിൽ ഇത് നിലനിൽക്കില്ല എന്നല്ലേ പറയാം. ഗോസ് മാർക്കോവ് തിയറം
നോക്കി the error term has the same variance given any values of the explanatory variables ആണെങ്കിലാണ് ബാക്കിയെല്ലാം ഗോസ് മാർക്കോ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നതല്ലേ.